ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്ന, നമുക്ക് ആഴത്തിൽ ദുഃഖം തന്നിട്ടുള്ള ചില ട്രോമാറ്റിക് ഇവൻറ്റ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ചൈൽഡ്ഹുഡ് അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, ഇഞ്ചുറി, ആക്സിഡൻറ്റ്സ്, സഡൻ ഡെത്ത് ഓഫ് ലൗഡ് വൺ, അങ്ങനെ പല രീതിയിലുള്ള നമ്മളെ ആഴത്തിൽ വേദനിപ്പിക്കുന്ന ട്രോമാറ്റിക് ഇവൻറ്റ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ഒരു മാസത്തിന് ശേഷവും ഈ സംഭവങ്ങളുടെ വേദന നമ്മുടെ മനസ്സിൽ തന്നെ നിറഞ്ഞു നിന്ന് നമ്മളെ ആഴത്തിൽ അലട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നാണ് പറയുന്നത്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന്റെ കോർ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത് റീ എക്സ്പീരിയൻസിങ് ദ ട്രോമ. അതായത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ആ ട്രോമ, അതായത് ആ അനുഭവങ്ങൾ നമ്മളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വരിക, രാത്രി ഉറക്കമില്ലാതാവുക, രാത്രി ദുസ്വപ്നങ്ങൾ കാണുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു. രണ്ടാമത്തെ സിംറ്റം എന്ന് പറയുന്നത് അവോയ്ഡൻസ് സിംറ്റം ആണ്. അതായത് ഈ ട്രോമ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾ, അല്ലെങ്കിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉള്ള ആള്, അവർക്ക് ആ ഒരു ട്രോമ സമ്മാനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആ ട്രോമ ഉണ്ടായിട്ടുള്ള സ്ഥലത്തേക്കോ അല്ലെങ്കിൽ അതുമായി കണക്ട് ചെയ്യുന്ന ആളുകളിലേക്കോ അവർ സംസാരിക്കാനും അങ്ങോട്ടേക്ക് പോകാനും തന്നെ ഒന്ന് മടി കാണിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഇവർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. മൂന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത് നെഗറ്റീവ് ചേഞ്ചസ് ഇൻ കോഗ്നിഷൻ ആൻഡ് മൂഡ്. അതായത് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള വ്യക്തികൾ, അവർക്ക് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷനും അതേപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളുമായിരിക്കും ഉണ്ടാവുക. അതായത് ഈ ലോകം തന്നെ ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസ് അല്ല എന്നാണ് അവർക്ക് തോന്നുന്നത്. വീണ്ടും ഇതുപോലെയുള്ള നെഗറ്റീവ് സംഭവങ്ങൾ ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് പല കാര്യങ്ങളിൽ നിന്നും ഇവർ ഉൾവലിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാമാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന്റെ സിംറ്റംസ്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെയുള്ള സിംറ്റംസ് കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വേണ്ട മെന്റൽ സപ്പോർട്ട് തേടാൻ വേണ്ടി ശ്രമിക്കുക.